സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. സംസ്ഥാനത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ എല്ലൊടിയുമെന്ന നജീബ് കാന്തപുരം എംഎൽഎ. റോഡുകളിൽ ഭൂരിഭാഗവും മികച്ച രീതിയിൽ തന്നെയെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ച സ്ത്രീകൾക്ക് ഗർഭചിത്രം വരെ ഉണ്ടായെന്നാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ നജീബ് കാന്തപുരം എംഎൽഎ സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി കുഴികൾ ഒഴിവാക്കി യാത്ര ചെയ്യുന്ന സ്ഥിതിയിലാണ് സംസ്ഥാനത്തെ റോഡുകൾ. എന്നാൽ സാധാരണക്കാർക്ക് അങ്ങനെ യാത്ര ചെയ്യാനാകില്ലെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. എന്താണ് സർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി എന്തേ കേച്ചേരി റോഡ് ഒഴിവാക്കിയത്? വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്ക് ചുറ്റിവളഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പോയത് കുഴികൾ മറികടക്കാനാണ് സർ. എന്നാൽ സംസ്ഥാനത്തെ റോഡുകൾ മികച്ച രീതിയിലാണെന്നും ചിലയിടത്ത് മാത്രമാണ് പ്രശ്നമെന്നുമായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. കൂടോത്രത്തിന്റെ പേരിലും റോഡുകൾ കീറുന്നുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ആരോപണം ഉന്നയിക്കുന്നവരാണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്നും പാലാരിവട്ടം പാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് റിയാസ് പറഞ്ഞു. സാർ, ഈ പറഞ്ഞ റോഡ് ചിലത് കീറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കീറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കീറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കീറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കീറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കീറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കീറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ആ കുഴിയായി മാറുന്ന റോഡുകൾ, കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ. അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം? സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 1000-ഓളം പേർ റോഡപകടങ്ങളിൽ മരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും ദേശീയപാതയിലെ ദുരിതയാത്രയും ജനങ്ങൾ അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2021 ജൂൺ മുതൽ 2023 ഡിസംബർ വരെ 1,10,714 റോഡപകടങ്ങളാണ്. മരിച്ചത് 10,000 പേരാണ് സാർ. അതുപോലെ 1,00,000-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റും കിടക്കുകയാണ്. അപ്പം നമ്മളിത് ഏറ്റവും റോഡ് എല്ലാം നന്നായാൽ അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസക്കാരല്ല ഞാൻ. പക്ഷെ കുഴികളിൽ വീണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോശമായ റോഡുകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.